ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് മെയ് 17 രാത്രിയിലെടുത്ത ഒരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് മെഹന്തി ഇടുന്ന ഒരു ചെറിയ കുറച്ച് വിഷ്വൽസാണ്. മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. കാരണം നമുക്ക് മെഹന്തിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ കൈ കൊണ്ട് കുറച്ച് ഷോ കാണിക്കൽ കൂടുതലായിരിക്കും. അങ്ങനെ ഞാൻ എടുത്ത വീഡിയോ ആണ്. രാത്രിയായി ഞാൻ മെഹന്തി ഇട്ടപ്പോൾ, കാരണം കുറേ ഈ കല്യാണമായിട്ട് കുറച്ചധികം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാനിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് എടുത്ത വീഡിയോസാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ആ 17th കാര്യം. ഇനിയുള്ളത് 18th ദിവസത്തെ വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ് നാളെ. കാരണം ഞാൻ കുറേ മാസങ്ങളായിട്ട് നോക്കി ഇരിക്കുന്ന ഒരു ഇവൻ്റാണ് നാളെ. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. രേഖ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ നാളെ കോട്ടയത്ത് വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ ഞാൻ ഇന്നേ പോവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനൊക്കെ തലേന്നൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ അതിലൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ്. ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ മെഹന്തി ഇട്ടു. ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചില്ലേ. അപ്പോൾ ഇന്നലെ ഞാൻ മെഹന്തി ഇട്ടായിരുന്നു. ഭയങ്കര കളർ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ നാരങ്ങാ നീരൊന്നും ഇട്ടിട്ടില്ല. കാരണം എനിക്ക് നാരങ്ങ വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് നാരങ്ങാ നീരൊന്നും ഒഴിക്കാൻ പറ്റിയില്ല. എന്നാലും ഒരു ഓവർനൈറ്റ് ജസ്റ്റ് വെച്ച് അത് നമ്മുടെ ഉറക്കത്തിലെ ബോധമല്ലേ, പകുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അപ്പം ഞാൻ തന്നെ ഇട്ട മെഹന്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെഹന്തി ഇടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആവുകയാണ്. ഞാൻ ഇങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇന്നവിടെ വൈകിട്ട് മെഹന്തി ഫങ്ഷനുണ്ട്. അപ്പം ഞാൻ ഒരു മണിയൊക്കെ കഴിയുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇപ്പോൾ സമയം 11:41 പത്തനംതിട്ടയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബസ്സുണ്ട് കോട്ടയത്തിന്. അപ്പോൾ ബസ്സിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വരില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇന്ന് മെഹന്തി ഫംഗ്ഷന് വേണ്ടിയിട്ട് റെഡി ആവാനൊരു പാർലറിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിന് ഞാനിങ്ങനെ തലേന്നേ പോയി നിൽക്കുന്നത്. ഞാൻ നേരത്തെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, അഞ്ജു എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് കൊറോണ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അത്രയും ഇൻവോൾവ് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ തവണ അങ്ങനെയല്ല. നമുക്ക് ഇപ്പം അങ്ങനെ കൊറോണ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഭയങ്കര ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ് നാളെ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല എൻ്റെ കസിൻ ഇന്ന് വരും. അപ്പോൾ അവൾ വന്നിട്ട് ഞാൻ നോക്കട്ടെ, അവളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാമെന്ന് നോക്കട്ടെ. കസിൻ അങ്ങോട്ട് വരുന്നില്ല. അവളിന്ന് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരും. ഞാൻ പോകുമ്പം ഇടാൻ വിചാരിച്ചിരിക്കുന്ന ഈ ഡ്രസ്സാണ്. ഇതെനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക്, ഈ വർഷത്തെ ബർത്ത്ഡേക്ക് എൻ്റെ വേറൊരു കസിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അവളെനിക്ക് ആദ്യമായിട്ടൊരു ഡ്രസ്സൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നത്. ഞാനിതാണ് ഇടുന്നത്. ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ കുറേയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഉണങ്ങാനായിട്ടൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ എടുത്തൊന്ന് മടക്കി വെക്കണം. പിന്നെ എനിക്ക് ലഞ്ച് കഴിക്കണം. കാര്യങ്ങളൊക്കെ നോക്കട്ടെ, കാണിക്കാൻ പറ്റുന്ന പോലെയൊക്കെ വിഷ്വൽസ് ഞാൻ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ഒരു 1:30 കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 1:15 തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. പക്ഷേ സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേക്കും കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. 2:20 ഉണ്ടായിരുന്നുള്ളൂ ബസ്. ഒരു ഗുരുവായൂർ ഫാസ്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ സമയം പോയി. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നേരത്തെ കോട്ടയത്ത് എത്തിയേനെ. പക്ഷേ കുഴപ്പമില്ല, ഒത്തിരി ലേറ്റ് ആയില്ല. ദൈവം സഹായിച്ച് മഴ പെയ്തു പോകുന്ന വഴിക്ക്. ആ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല മഴയായിരുന്നു പോകുന്ന വഴിക്ക് അങ്ങോട്ട്. പിന്നത്തെ എൻ്റെ ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും മെഡിസിൻസ് എടുത്തിട്ടല്ലേ ട്രാവൽ ചെയ്യുന്നത്. ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ട് കാണും. നല്ല ഉറക്കം വരും, ഭയങ്കരമായിട്ട് ക്ഷീണമാവും. ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള തലവേദന, അങ്ങനത്തെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം ആ ഒരു കാര്യം മാത്രമേ എനിക്ക് അത്ര ഒരു കൺഫ്യൂഷനായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ മഴയും കൂടെ എനിക്ക് മഴ പെയ്യുമ്പോൾ നമ്മൾ ഈ ബസ്സിൻ്റെ ഷട്ടർ അടച്ചെടുത്തില്ലേ, അതും എനിക്ക് ഭയങ്കര സഫോക്കേഷനാണ്. പക്ഷേ ഭാഗ്യത്തിന് ഞാനിരുന്ന സീറ്റിൻ്റെ പുറകിലൊന്നും ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കോട്ടയത്ത് എത്തിയതിന് ശേഷം അവളെനിക്ക് ലൊക്കേഷൻ പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ ആ ബ്യൂട്ടി പാർലറിലോട്ട് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവളെ റെഡിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഫാമിലിയിൽ പോലും ഇത്രയും ഇൻവോൾവ് ചെയ്ത് ഒരു കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിട്ടില്ല, ടു ബി ഓണസ്റ്റ്. അത്രയ്ക്കും ഞാൻ ഭയങ്കരമായിട്ട്
എനിക്കൊരു എന്താ പറയുക, ആ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്നു, ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ വൈകിട്ട് മെഹന്തി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല വൈകിട്ട് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പുടവ കൊടുക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയായിരുന്നു അന്ന് വൈകിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു മെഹന്തി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മൊത്തത്തിൽ. അവിടെ ചെന്നപ്പോൾ അവളുടെ കസിൻസൊക്കെ ആണെങ്കിലും എന്നെ ഭയങ്കരമായിട്ട്, എനിക്ക് ആരെയും പരിചയമൊന്നുമില്ല, പക്ഷേ എല്ലാവർക്കും എന്നെ അറിയായിരുന്നു. അവൾ പറഞ്ഞിട്ടൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു. അങ്ങനെ എന്നെ ഭയങ്കര രീതിയിൽ കൺസിഡർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞങ്ങളുടെ തന്നെ മറ്റ് ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ചും കൂടെ ഭയങ്കര വൈബായിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർക്കും, ദൈവമേ ഈ ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ സമ്മതിച്ച് കൊടുക്കണം. അവർ ആ ഒരു ദിവസവും അതിനോടനുബന്ധിച്ചുള്ള ഫങ്ഷൻസിലൊക്കെ നിന്ന് ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഫോട്ടോസിനെ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും അഞ്ജു എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ കാര്യം പറയത്തില്ലേ, അവൾ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് നിൽക്കുന്ന ഒരു ഫ്രണ്ടാണ് രേഖ. കാരണം എൻ്റെ PhD ജേർണിയിൽ എന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത, ഇനി വളരെയധികം സപ്പോർട്ട് ചെയ്ത 1-2 പേരേ ഉള്ളൂ. അതിനകത്ത് നല്ലൊരു പങ്ക് വഹിച്ച ഒരാളാണ് രേഖ. അപ്പോൾ അവളുടെ കല്യാണത്തിനും അവളുടെ ഓരോ ലൈഫിലെ ഓരോ കാര്യങ്ങളിലും ഞാൻ അത്രമാത്രം ഹാപ്പിയാണ്. കാരണം അവൾക്ക് എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ അവളുടെ ലൈഫിൽ സംഭവിക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മെഹന്തി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നായിരുന്നു. അപ്പോൾ ഈ വ്ളോഗിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇനി അടുത്ത വ്ളോഗിലാണ് നമ്മുടെ കല്യാണം, വെഡ്ഡിങ് ഡേയുടെ വീഡിയോസ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.